നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. ഇതോടെ 4 ആരാധനകളും പൂർത്തിയാക്കി ചൊവ്വാഴ്ച തിരുവാതിര ചതുശതം നിവേദിച്ചു. ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത ഭഞ്ജക ദാക്ഷായണി മനോരഞ്ജക നിന്ദയ ദാക്ഷിണ്യ പൂർണമീ യജ്ഞഭൂമി. ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത ഭഞ്ജക ദാക്ഷായണി മനോരഞ്ജക നിന്ദയ ദാക്ഷിണ്യ പൂർണമീ യജ്ഞഭൂമി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തിരക്കേറുന്നു. വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളും ചൊവ്വാഴ്ച പൂർത്തിയാക്കി തിരുവാതിര ചതുശതം നിവേദിച്ചു. കൊട്ടിയൂരിലെത്തുന്നവർ അക്കരെ കൊട്ടിയൂരിൽ ദർശനം കഴിഞ്ഞാൽ ഇക്കരെ കൊട്ടിയൂർ ദർശനം നടത്തണം. മറ്റൊരു ക്ഷേത്രങ്ങളിലും കാണാത്ത ഓടപ്പൂ വിൽപ്പന കൊട്ടിയൂരിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് ഓടപ്പൂ മാത്രം വിൽപ്പന നടത്തുന്ന കച്ചവടക്കാർ പറഞ്ഞു. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഓടപ്പൂവിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പല കഥകളും പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രചാരത്തിലുള്ളത് ദക്ഷന്റെ യജ്ഞാചാര്യൻ ഭൃഗു മഹർഷിയുടെ ജലാരോമങ്ങളാണ് എന്നാണ് സങ്കല്പം. യാഗഭൂമി വീരഭദ്രന്റെ നേതൃത്വത്തിലുള്ള ഭൂതഗണങ്ങൾ അടിച്ചു തകർത്തപ്പോൾ ദക്ഷന്റെ യജ്ഞാചാര്യനായിരുന്ന ഭൃഗു മഹർഷിയുടെ ജട മുറിച്ച് എറിയുകയും അത് ചെന്നു വീണത് തൊട്ടടുത്തുള്ള മുളങ്കാടുകളിലാണ്. പിന്നീട് യാഗം പൂർത്തിയാക്കിയ സമയത്ത് പരമശിവൻ ഭൃഗു മഹർഷിക്ക് അനുഗ്രഹം കൊടുത്തതാണത്രേ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ജടയുടെ പ്രതീകമായി ഓടയിൽ നിന്ന് നാരുകൾ ഉണ്ടാക്കി വീട്ടിൽ സൂക്ഷിച്ചാൽ ഒരു ഭഗവാന്റെ സാന്നിധ്യവും ആ കൂടെ ഉണ്ടാകുമെന്നാണ് പൊതുവെ ഭക്തജനങ്ങൾ വിശ്വസിച്ചു വരുന്നത്. സാധാരണഗതിയിൽ ഈ പ്രദേശവാസികളുള്ള ആയിട്ടുള്ള ആളുകളാണ് ഓടപ്പൂ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത്. കാരണം ഈ ഓട മുളയ്ക്കുന്നത് പുതുമഴ പെയ്ത് പുതിയ മുള ഫ്രഷ് ആയിട്ടുള്ള മുള വരുമ്പോൾ അതിന്റെ മുള വളർന്നു വരുമ്പോൾ അത് കൊത്തിയിട്ടാണ് ഈ ഓട ചതച്ചെടുക്കുന്നത്. മൂത്ത ഓട ചതച്ചാൽ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ പുറമേയുള്ള ആളുകൾക്കൊന്നും ഇതിന്റെ ഓടപ്പൂവിന്റെ ഈ നിർമ്മാണത്തെ പറ്റി അത്ര പിടിയില്ല. പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടും. ഇളനീർക്കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ നീരാടി വരുന്നു ഞങ്ങൾ. ഇളനീർക്കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ നീരാടി വരുന്നു ഞങ്ങൾ. അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ. അടിയങ്ങൾ കോടപ്പൂവായി ഏകണേ. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.